അയ്യോ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവരാണ് നമ്മുടെ ലോകം, അവർക്ക് വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ, നമ്മുടെ സമയവും സ്നേഹവും ഇഷ്ടവും ഒക്കെ എല്ലാം മറന്ന്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് സ്നേഹിക്കും. പക്ഷെ പിന്നെയാണ് അവര് ചിലപ്പോൾ നമ്മൾ അങ്ങനെ കാണണമെന്നില്ല, നമുക്കാണ് അത് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണ് സ്നേഹം കിട്ടാത്തതിന്റെ, അവർക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ അവരാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മളെ പോലെ 10 ആൾക്കാരുണ്ടാവുമായിരിക്കും. ആ നമുക്ക് പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, തിരിച്ചത് കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ഒരു ഓപ്ഷൻ മാത്രമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തകർന്നു പോയിട്ടുണ്ടോ? ഓപ്ഷൻ മാത്രം അങ്ങനെയല്ല, ഞാൻ വെച്ചാല് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പ്രയോറിറ്റി അല്ല, നമ്മൾ അല്ല, അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലും ചിലപ്പോൾ നമുക്ക് അവർ ഫസ്റ്റ് ആയിരിക്കും, അവർക്ക് നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരു 10-1 പോലും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അപ്സര, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ എങ്ങനെ കാണപ്പെടുന്നു, അത് നമ്മൾ എപ്പോഴും ചിരിച്ചിട്ട് നിൽക്കണം, നമ്മൾ ഇതൊരു ഷോ ബിസിനസ് ആണല്ലോ, അങ്ങനെയല്ലേ പറയാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊന്നും വെച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനെന്താ അപ്സര ചെയ്യുന്നത്? അതെ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് പോലും ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും അവർക്ക് ഒരു സമയം പോലും തോന്നിയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ തോന്നിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഹാപ്പി ഫേസ് മറ്റുള്ളവർ കാണണം എന്ന് ഭയങ്കര, അതിലെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. ചിലപ്പം ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പുറത്ത് എൻ്റെ സങ്കടം അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ, അല്ലെ അത്രയും എൻ്റെ ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നി എൻ്റെ അത്ര ഇതായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ ഞാൻ എൻ്റെ ഏറ്റവും വിഷമ ഒരു ഫേസ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ലൈക്ക് ഞാൻ കാണിക്കൂല. ഞാനിങ്ങനെ കുറച്ച് അധികം, എല്ലാവരും ചോദിക്കും എപ്പോഴും ഇതിങ്ങനെ വർത്താനം പറയാ, എപ്പോഴും ഇത് ഭയങ്കര ഓണാണല്ലോ. ഞാൻ എല്ലാവരുടെ അടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന ഒരാളല്ല കേട്ടോ. ആ കാര്യത്തിൽ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. പക്ഷെ അടുത്താല് ഞാൻ ഭയങ്കര ഒച്ചപ്പാടാ, ഭയങ്കര ബഹള, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായല്ലോ, നിർത്തൂല, ഇങ്ങനെ വർത്താനം പറയും. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച് വർത്താനം പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എല്ലാരും വിചാരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. തൊട്ട് മുന്നേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കരഞ്ഞു വിളിച്ച് സങ്കടം വന്ന് ഇങ്ങനെ പ്രാന്തെടുത്തിരിക്കുമായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഇഷ്ടമല്ല. എന്താ അറിയോ, നമ്മൾ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഞാൻ അങ്ങനെ വേറെ ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ ഞാൻ വന്ന സമയത്തൊക്കെ, സീരിയലൊക്കെ വന്ന സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും, ഇപ്പൊ നമുക്ക് അത്രയും ഭയങ്കര വിഷമം വന്നിട്ട് ചില ആൾക്കാർ അവരുടെ സങ്കടം നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ മാറുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അവര് രണ്ടഭിപ്രായം പറയും, കുറ്റം പറയണതും കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മളെയും പറയുന്നത്. അപ്പൊ എന്തിന് നമ്മുടെ ആ ഒരു വിഷമം, നമ്മൾ സന്തോഷിക്കാന്ന് ആൾക്കാർ അറിയുന്നതല്ലേ നല്ലത്. നമ്മൾ സങ്കടപ്പെടാന്നറിയുമ്പോ അയ്യോ പാവല്ലേ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. മെജോറിറ്റി ആൾക്കാരും അത് അവളുടെ സ്വഭാവം കൊണ്ട്, അല്ലെ അവൾക്ക് അത് വേണം അങ്ങനെ അല്ലെ അവനത് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. നമ്മൾ നല്ലതെന്ന് അറിയിച്ചാൽ മതി, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെയാണ്, അങ്ങനെ അതല്ലേ നല്ലത്. അപ്സര, ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ട് ആളുകൾക്ക് തോന്നാം. എന്നാലിപ്പോൾ നമ്മളൊരു കസേര മേടിക്കാൻ വേണ്ടി ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 10ഓളം കസേരകളിൽ ഇരുന്ന് നോക്കി നമ്മുടെ കംഫർട്ട്, നമ്മുടെ ഡിസൈൻ, നമ്മുടെ ഇൻറ്റീരിയറിനെ അതെങ്ങനെ മാച്ച് ചെയ്യുന്നു, നമ്മുടെ എസ്തെറ്റിക്സ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു കസേര വാങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറേ ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ലൈഫ് പാർട്ട്ണറെ അല്ലെങ്കിൽ കമ്പാനിയനെ കണ്ടുമുട്ടുക. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്സരയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാ കാലത്തും ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് ഹൈലൈറ്റഡ് ന്യൂസ് ആണ്. അപ്സരയുടെ എത്രയോ ഡിവോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്നു, എത്രയോ വിവാഹങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്ന ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, ഇതായിട്ട് ഇപ്പൊ പൊരുത്തപ്പെട്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അത് ആ കാര്യത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ നിങ്ങളുടെ സിസ്റ്ററാന്ന് വെച്ചോ, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ദിവസം ഈ റീസെന്റ് ആയിട്ട് ഞാൻ കേട്ടു അപ്സരയും ജിൻഡോയും കല്യാണം കഴിക്കാൻ പോവാണ്. ഈ ജിൻഡോ എന്ന് പറഞ്ഞ ചേട്ടനുമായിട്ട് ഞാനൊരു കോണ്ടാക്ട് പോലും ഇല്ല. എന്റെ ഫോൺ ഞാൻ ഇപ്പൊ തരാം, കോണ്ടാക്ട്സ് പോലും ഇല്ല. ഞങ്ങൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് ഒരു വൈരാഗ്യമോ ഒരു ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല, എനിക്ക് അദ്ദേഹത്തിനോടും ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാള് ഒരു ഷോയിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പക്ഷെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട്സ് ഇല്ല. അദ്ദേഹത്തിനെ വെച്ചിട്ട് വരെ പറയാന്ന് വെച്ചാൽ
എനിക്കറിയില്ല എന്തിനാണ് മീഡിയസിൽ അങ്ങനെ ഒരു ന്യൂസ് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ. കാരണം എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്. അമ്മ വേറെ എത്ര അമ്മയ്ക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരിക്കും. അവർ വാർത്ത കാണുന്നതല്ലേ. എൻ്റെ ചേച്ചിയുണ്ട്, അവൾ ടീച്ചറാണ്, അവൾ സ്കൂളിൽ പോവാണ്, അവളെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവരുടെ പാരൻസ്. എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്, അവനിപ്പോൾ 9 വയസ്സാണ്. അവൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് സിദ്ധൂട്ടൻ വന്ന് സിദ്ധാർത്ഥ എന്ന പേര് സിദ്ധൂട്ടൻ, അവൻ 9 വയസ്സാണ്, അവൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഈ ന്യൂസ് കാണുമ്പോൾ അവൻ വന്നിട്ട് ചോദിക്കാം, ഇളയമ്മ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക ഇളയമ്മയുടെ കല്യാണം ആയോ എന്ന്, മറ്റേ ബിഗ് ബോസിലെ ജിൻഡോ ചേട്ടനായിട്ട്. ഞാൻ അവൻ്റെ അടുത്ത് എന്താ പറയുക, അവന് കൊച്ചിനോട് എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കുക? അവൻ എന്നോട് വന്ന് ചോദിക്കണമെങ്കിൽ അവൻ്റെ സ്കൂളിൽ അത് ഡിസ്കഷൻ ആയിട്ടല്ലേ, അവൻ്റെ ഒപ്പമുള്ള പിള്ളേരെ സംസാരിച്ചിട്ടല്ലേ. അപ്പോൾ എനിക്കപ്പം ഭയങ്കര നിസ്സഹായ അവസ്ഥയായിട്ട് എനിക്ക് എന്താ ചെയ്യാന്നറിയില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, മേ ബി ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇടപെടാൻ ഒരാളുണ്ട്. അപ്പൊ നമുക്കങ്ങനെ അപ്പൊ ഞാൻ തന്നെ പോണം. എനിക്കങ്ങനെ മീഡിയയിൽ വന്നിരുന്നിട്ട് തിരിച്ച് തെറി വിളിക്കാനുള്ള ഒരു ഗട്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു 1500 ഗോസിപ്പുകൾ, 1500 ന്യൂസുകൾ, കുറേ ആൾക്കാർ വന്നിട്ട് എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഈവൻ എൻ്റെ പാർട്ട്ണർ വരെ വന്നിട്ട്, മുൻ പാർട്ട്ണർ വരെ വന്നിട്ട് എനിക്കെതിരെ, എൻ്റെ ആദ്യത്തെ വിവാഹത്തിൽ എനിക്കെതിരെ പറഞ്ഞു. എനിക്ക് അതിന് ഓപ്പോസിറ്റ് ഒക്കെ പറയാൻ എൻ്റെ കയ്യിൽ ഈവൻ എന്നെ പറ്റി പറയുന്ന ആൾക്കാർക്കെതിരെ പറയാൻ തെളിവുകളും സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മീഡിയയിൽ വന്നിരുന്ന് പറയാൻ എന്തിനാന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ വരില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് പോയാലും, ഇന്ന് എനിക്ക് സമൂഹത്തിനോടാണെങ്കിലും നിയമപരമായിട്ടുള്ള അവരോട് പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണന പറയും. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എവിടെയും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും തെളിവുകൾക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പം ഞാനും താനും ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം, ഇയാൾ വന്നിട്ട് എന്നെ ഒരു തല്ല് തല്ലിയാൽ ഞാനിപ്പോൾ എനിക്ക് ക്യാമറ എപ്പോഴും ഓണാക്കി വെക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ ആൾക്കാർ പറയും എന്ത് വന്നാലും ആൾക്കാർ ഇപ്പൊ ഫോൺ എടുത്തിട്ട് അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. എന്തിനാന്ന് പറയും, അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചോ, ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ റോങ് ആയിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ ചെയ്യും. കാരണം എപ്പോഴാണ് ഒരാൾ നമ്മളടുത്ത് റോങ് ആയിട്ട് സംസാരിക്കുന്നത്, എപ്പോഴാണ് അത് ആവശ്യം വരും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നിയമപരമായിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റൂ. നമ്മൾ അങ്ങനെ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന എവിഡൻസ് ആണ്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും എവിഡൻസ് വേണം. എവിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഇതാക്കുക. അപ്പം ഞാൻ അങ്ങനെ കുറേ മീഡിയയിൽ തന്നെ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ന്യൂസായിട്ട് വരുമ്പോൾ വിഷമം തോന്നും. ഇപ്പൊ ഫാമിലി കാര്യം ചോദിച്ചു, ഇപ്പൊ നമ്മൾ ചെയർ വാങ്ങുന്നത് പോലെ അല്ല നമ്മൾ ഒരു പാർട്ട്ണറെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചെയർ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കറിയാം അതിന് ഇത്ര നാളത്തെ യൂസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സാധനം വാങ്ങാം, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, നമുക്ക് അത് വാങ്ങുമ്പോഴേ അറിയാം